ഹായ് ഓൾ, ഇന്ന് നമ്മുടെ വീഡിയോയിൽ കാണാൻ പോകുന്നത് ബാംഗ്ലൂരിലുള്ള, അതായത് നോർത്തേൺ ഐലൻഡ് ബാംഗ്ലൂരിലുള്ള വാട്ട് പാർക്ക് എന്ന് പറയുന്ന പാർക്കാണ്. ഇത് വളരെ ഒരു സ്പേഷ്യസ് ആയിട്ടുള്ളൊരു പാർക്കാണ്. 34 acres ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് അതായത് ജോഗിങ് ആയിട്ടുള്ള സ്പേസ്, റിഫ്രഷ്മെൻ്റ് ആയിട്ടുള്ള ഇഷ്ടംപോലെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. സിറ്റിംഗ് ഏരിയ ഉണ്ട്. അതുപോലെ ഇവിടെ ഇഷ്ടംപോലെ ഡക്ക് പോയിൻറ്റ്സ് ഉണ്ട്. പിന്നെ അതുകൂടാതെ നമുക്ക് ഇഷ്ടംപോലെ പ്ലേ ഗ്രൗണ്ട്സ് ഉണ്ട്. പല ടൈപ്പ് പ്ലേ ഗ്രൗണ്ട്സ് ഉണ്ട്. ഇവിടെ നമുക്ക് കാണാം ഒരു ചെറിയൊരു സ്പേഷ്യസ് ആയിട്ടുള്ള 2 പ്ലേ ഗ്രൗണ്ട്സ് കാണാം. പിന്നെ നമുക്ക് ഇവിടെ ഒരു വലിയൊരു വാർ മെമ്മോറിയൽ ഇത് കാണാം. 1960s റിലേറ്റഡ് ആയിട്ടുള്ളൊരു വാർ മെമ്മോറിയൽ ഇതാണ്. അതിന് തൊട്ടടുത്ത് തന്നെ നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ജർമ്മൻ ബോട്ട് ഉണ്ട്. ആ ബോട്ടിനകത്ത് യൂസ് ചെയ്തിരുന്ന ഒരു ഗണ്ണ് നമുക്കിവിടെ കാണാൻ പറ്റും. അതെനിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ആ ഒരു പാർക്കിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഈ ഒരു ഗണ്ണാണ്. അത് കുറച്ച് നേരം നമുക്കത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മെക്കാനിസം കാര്യങ്ങളൊക്കെ തൊട്ടടുത്ത് തന്നെ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഒരു ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. തൊട്ടടുത്ത് തന്നെ അതിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള സീറ്റിംഗ് ഏരിയ ഉണ്ട്. പിന്നെ ഒരു അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ഒരു ഗ്രീനറിയാണ്. കാരണം ഇത് വെൽ മെയിൻറ്റൈൻഡ് ആണ്. നമുക്ക് കാണാം ഫോട്ടോഗ്രാഫിക്കൊക്കെ പറ്റിയൊരു അട്രാക്റ്റീവ് പ്ലേസ് ആയിരുന്നു. പിന്നെ ഞാൻ കുറേ നേരം ആദ്യ വഴി നടന്നു. പിന്നെ ഇത് നമുക്ക് ഈ ഒരു പോണ്ടിൻ്റെ ഡക്ക് പോണ്ട് ഒരു കനാൽ പോലൊരു ഇതാണ്. അതിനകത്ത് തന്നെ നമുക്ക് വാട്ടർ ഫ്ലോ സിസ്റ്റം കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കിങ്ങനെ കുറേ നേരം പല ഏരിയയിലായിട്ട് ഇങ്ങനെ വാക്കിംഗ് വേസ് ഉണ്ട്. പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ടൊരു വലിയൊരു ലൈബ്രറി കാണാൻ പറ്റും. കാരണം അതിനകത്തേക്ക് ഞാൻ പോയില്ല. പിന്നെ നമുക്ക് ഇവിടെ ഇഷ്ടംപോലെ കുഞ്ഞുങ്ങളുടെ, അതായത് കിഡ്സിൻ്റെ പ്ലേ ഗ്രൗണ്ട്സ് ഉണ്ട്. ലെഫ്റ്റ് സൈഡിൽ തന്നെ നമുക്ക് നോക്കിയാൽ കാണാം. ഇഷ്ടംപോലെ വീക്കെൻഡ് ആയതുകൊണ്ട് ഇഷ്ടംപോലെ കുട്ടികൾ വന്ന് ടൈം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. എല്ലാം മെയിൻറ്റൈൻഡ് ആണ്. ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പാർക്കിലും ഉള്ള ഈ ഡക്ക് പോണ്ടിനടുത്ത് തന്നെ ഇപ്പോൾ അടുത്തിടയ്ക്ക് വെച്ചിട്ടുള്ളതാണ് ഡക്ക് ഫീഡ്. അതായത് നമുക്ക് ഫീഡ് കൊണ്ടുവരുന്നതിന് പകരം ഇവിടെ നമുക്ക് ക്യാഷ് കൊടുത്ത് നമുക്ക് കാർഡ് യൂസ് ചെയ്ത് ഫീഡ് ചെയ്യാം. പിന്നെ ഇവിടുത്തെ ഒരു വലിയ അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ വൈൽഡ് ഫോൾസ്, അതായത് പലതരത്തിലുള്ള വൈൽഡായിട്ടുള്ള ഹെൻസും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ഇങ്ങനെ കേജിൽ കാണാൻ പറ്റും. കേജ് കുറച്ച് മെഷ് കുറച്ച് കൺജസ്റ്റഡ് ആയതുകൊണ്ട് അത് വിസിബിൾ അല്ല. ഇവിടുത്തെ ഒരു ഡിസ്പ്ലേ വെച്ചിട്ടുണ്ട് ഇതിനെ പറ്റിയുള്ള ഒരു കാര്യങ്ങളെല്ലാം. പിന്നെ ഇതിനകത്തെല്ലാം ഡക്കിന് വേണ്ടിയുള്ള ചെറിയൊരു ഡക്ക് കയറിയിരിക്കാൻ വേണ്ടിയുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്. എല്ലാം പക്ക മെയിൻറ്റൈൻഡ് ആണ്. അതാണ് ഇപ്പോൾ പല വെറൈറ്റീസുള്ള ഫോൾസ് നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ നാട്ടിലേക്ക് ഈ കാട്ടുകോഴി എന്നൊക്കെ പറയുന്ന കണക്ക് മുമ്പോട്ട് പോകുമ്പോൾ ഒരു 4-5-6 വെറൈറ്റിയോളം ഈ വൈൽഡ് ഫോൾസ് നമുക്ക് കാണാൻ പറ്റി. ഞാൻ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. കാരണം ഈ വീഡിയോയിൽ അതിൻ്റെ ഒരു മെഷ് വളരെ ചെറിയൊരു ഫെൻസ് ആയതുകൊണ്ട് എനിക്ക് വീഡിയോ കറക്റ്റ് റെക്കോർഡ് ചെയ്യാൻ പറ്റിയില്ല അതിനകത്തൂടെ. ഓട്ടം സീസൺ ആയതുകൊണ്ട് തന്നെ ഇലകളൊക്കെ പതിയെ ഒരു ഒഴിഞ്ഞു തുടങ്ങി. പിന്നെ ഇഷ്ടംപോലെ ആൾക്കാർ പാർക്ക് വിസിറ്റ് ചെയ്യാൻ വേണ്ടി അവിടെ ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു. ഇതാണ് അവിടുത്തെ ഒരു മൾട്ടിപർപ്പസ് ആയിട്ടുള്ള ഗ്രൗണ്ട്. ഫുട്ബോളും ക്രിക്കറ്റും നമ്മൾ ബാംഗ്ലൂർ ക്രിക്കറ്റ് അസോസിയേഷൻ, അതായത് ബാംഗ്ലൂർ ക്രിക്കറ്റ് അസോസിയേഷനൊക്കെ കളിക്കുന്ന ഗ്രൗണ്ടാണ്. ഇത് ടെന്നീസ് പ്ലേ ഗ്രൗണ്ട്, കോർട്ട്. അത് ഇഷ്ടംപോലെ ഒരു 16ഓളം ഡിവിഷനായിട്ട് ഈ കോർട്ട് തിരിച്ചിട്ടുണ്ട്. ഒരേ സമയം 16 ഗെയിം നടത്താൻ പറ്റുന്നുണ്ട് അവിടെ. പിന്നെ ഇതുപോലെ നമ്മളിവിടെ ലെഫ്റ്റ് സൈഡിൽ റോഡിനോട് ചേർന്നും ഒരു കനാലുണ്ട്. അപ്പം സത്യം പറഞ്ഞാൽ ഒരു അടിപൊളി നമുക്ക് വന്ന് ഫാമിലി ആയിട്ട് കുറച്ച് നേരം റിഫ്രഷ്മെൻറ്റ് ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഇഷ്ടംപോലെ സിറ്റിംഗ് ഏരിയയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇന്നത്തെ വീഡിയോയിൽ ഇതൊക്കെയാണ്. പിന്നെ ഇതൊരു ഫ്രീ ഏരിയ ഫ്രീ എൻട്രി ആയതുകൊണ്ട് നമുക്ക് 24 hours ഇത് അവൈലബിൾ ആണ്. അപ്പം ഇതൊക്കെയാണ് ഈ വീഡിയോയിലുള്ളത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്